നമ്മുടെ ഭാരതീയമായ പൈതൃകത്തിൽ നവജന്മം എന്നൊരു പ്രയോഗമുണ്ട്. നവജന്മം എന്ന് പറഞ്ഞാൽ ന്യൂ ലൈഫ്. അത് ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാവുക. ഒരു കോഴിക്കുഞ്ഞിന് 2 ജന്മം ഉണ്ടെന്ന് പറയും. ഒന്നൊരു കോഴിമുട്ടയായിട്ടുള്ള ജനന, രണ്ടാമത്തേത് ആ മുട്ടത്തോട് പൊട്ടിച്ചതിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ജനനം. അതാണ് നവജന്മം. ഇങ്ങനെയുള്ള ചില ഷെല്ലുകളിൽ മനുഷ്യരൊക്കെ കുടുങ്ങിപ്പോകും. അത്തരം ചില ഷെല്ലുകളെ ഒരാൾ പൊട്ടിച്ചിട്ടില്ല എങ്കിൽ, മുട്ടത്തോട് പൊട്ടിച്ചിട്ടില്ല എങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ആ കോഴിക്കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നാണ്. ബയോളജിക്കലി ലിവിങ് ആൻഡ് ബയോഗ്രഫിക്കലി ഡെത്ത് എന്ന് പറയും. ജീവശാസ്ത്രപരമായി ജീവിച്ചിരിക്കുകയും ചരിത്രശാസ്ത്രപരമായി മരിച്ചു പോവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിലെത്താത്ത മനുഷ്യർ, ഒന്നും ബാക്കിയാക്കാത്ത മനുഷ്യർ, ബാക്കിയാക്കാതെ കടന്നുപോയ മനുഷ്യർ. ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാ? ഒരു വരയും മുകളിൽ ഒരു കുത്തും. യാതൊരു അത്ഭുതവും അതിനകത്തില്ല. പക്ഷെ അതൊന്ന് തിരിച്ചിട്ടാൽ അത് അത്ഭുതമാകുന്നു. ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല.